everyone. This is Shama from Vacancy. നമ്മളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ. ഈ യാത്ര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആഘോഷത്തിന് വേണ്ടിയാ. മേ ബി ചിലപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഏറ്റവും നല്ലൊരു ആഘോഷത്തിന് വേണ്ടിയാ. ഓക്കെ, നമ്മളിത് പോകുന്നത് ഫ്ലൈറ്റ് ത്രൂ ആണ്. അപ്പം നമ്മളിപ്പോൾ പാലക്കാടിൽ നിന്നാണ് സ്റ്റേ. അപ്പം അതുകൊണ്ട് പാലക്കാടിൽ നിന്ന് നമ്മളിപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അവിടെ റീച്ച് ആയ ശേഷം അവിടുന്ന് നമ്മൾ ഒരു കുഞ്ഞി കാറൊക്കെ പിടിച്ച് അവിടുന്ന് നമ്മൾ പിന്നെയും ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ സ്ഥലത്ത് പോയവർക്ക് ഏകദേശം ഈ സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുമായിരിക്കും. സൂര്യൻ, കടൽ, മണൽ, അങ്ങനെ സ്വപ്നനഗരമായ ഗോവയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ശാന്തമായ തീരങ്ങൾ മുതൽ രസകരമായ ലൈറ്റ് ലൈഫ് വരെ, രുചികരമായ കടൽ ഭക്ഷണങ്ങൾ മുതൽ അതിഭയാനകമായ വാട്ടർ സ്പോർട്സ് വരെ, അങ്ങനെ ഇന്നത്തെ വ്ലോഗിൻ്റെ സ്പെഷ്യൽ നമുക്ക് ഗോവ തന്നെയാട്ടോ. ഈ ഗോവ ട്രിപ്പിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്തേ. ആ സ്റ്റേ ചെയ്യുന്നവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എന്തിനാ ഡേ വെറുതെ കളയുന്നെന്ന് വിചാരിച്ചിട്ട് ആ ദിവസം തന്നെ രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവിടുത്തെ അടുത്തുള്ള ബീച്ചിൽ പോയി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഗോവയിലെ ബീച്ചസ് ആണ് ഏറ്റവും കൂടുതൽ ഫേമസ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് വെറുതെ സ്പെൻഡ് ചെയ്യണ്ട, നമുക്കൊരു ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫസ്റ്റ് പോയത് കാൻഡോലിം ബീച്ചിലാണ്. കാൻഡോലിം ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല പീസ്ഫുൾ വൈബാണ്. അവിടെ ആക്ച്വലി വാട്ടർ സ്പോർട്സ് ഉണ്ട്, അതുപോലെ ബീച്ച് ഷാക്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ സൺസെറ്റ് വ്യൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് വട്ടടിച്ച് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോ സീസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഒക്ടോബർ ടു മാർച്ച് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇത് വിസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതേപോലെ മൺസൂൺ ടൈം ജൂൺ ടു സെപ്റ്റംബർ ആണെങ്കിൽ മോസ്റ്റ് വാട്ടർ സ്പോർട്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ വരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തി. കാൻഡോലിമിലുള്ള ലേ റിസോർട്ട്സിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്റ്റേസ് ആണ് എപ്പോഴും നമ്മൾ നോക്കാറ്. കാരണം എവിടെ പോയാലും സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് നല്ല റിലാക്സേഷനും വേണം. നമ്മൾ മെയിനായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് തന്നെ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല, നമുക്കൊന്ന് ഫാമിലി ത്രൂ ആണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ മോസ്റ്റ്ലി ട്രിപ്സ് പ്ലാൻ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് തന്നെ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡേ 2 ആയി. മോർണിംഗ് ഞങ്ങൾ കുറച്ച് നേരത്തെ എണീച്ചു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പുറത്തൊക്കെ പോകാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് പോരാതെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. അപ്പം മോൻ അവിടെ കിടന്ന് ഉറങ്ങുക. അപ്പം അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു. അപ്പം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അതെ, ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ പേഴ്സൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കൊണ്ടുവന്ന ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് റിസോർട്ടിലെ റൂമിൻ്റെ ബാൽക്കണിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്ന് നോക്കിയ പൂളിക്ക് നല്ല വ്യൂ ആണ്. ആക്ച്വലി റിസോർട്ടിനെ കുറിച്ചൊരു കുഞ്ഞി കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനേക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്, മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നോർമലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ബർത്ത്ഡേ ഫാമിലി ഗ്യാതറിങ്സും എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ച് നമ്മൾ ആഘോഷിക്കാം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി വിചാരിച്ചു ബർത്ത്ഡേ ആക്ച്വലി ആഘോഷിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ആക്ച്വലി ഹാപ്പിനെസ് എടുക്കുന്നത് എങ്ങനെയാണ്, അതിനുള്ളൊരു ഏജ് അവനായിട്ടില്ല. ഇപ്പം ആക്ച്വലി അവൻ തിങ്സ് ഒക്കെ കണ്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് അവനൊരു 5 years ആകുമ്പോൾ അവൻ സ്കൂളിലൊക്കെ പോയി അവന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ അവനെ എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടെ രസമുണ്ടാവും. അല്ലെങ്കിൽ അവന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം ചിലപ്പോൾ ഇതിനേക്കാളും എക്സ്ട്രാ ആയിരിക്കും. അത് പറഞ്ഞു ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ശരി തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബർത്ത്ഡേക്ക് നമ്മൾ ആഘോഷിച്ചു. ഞങ്ങൾ നെക്സ്റ്റ് ഇന്നത്തെ പ്ലാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു. പെർ ഡേ 500 rupees ആണ് വരുന്നത്. അപ്പോൾ സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ട് മോനെ കൊണ്ട് ആക്ച്വലി പോകുന്നത് ഓക്കെ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് ടൂ വീലർ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. മോൻ അപ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മോൻ്റെ ബർത്ത്ഡേ ആയതായിരുന്നു കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വിചാരിച്ചതാണ് നമ്മൾ ഇന്നത്തെ ഡേ ഫസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും നല്ല ഹോളി പ്ലേസസിന് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ ഗോവയിൽ ഏറ്റവും ഫേമസ് ആയത് ഇവിടുത്തെ ചേർച്ചസും ബീച്ചസും ആണ്. അപ്പോൾ ചേർച്ചസ് എന്ന് പറഞ്ഞാൽ കുറേ കൈൻഡ് ഓഫ് ചേർച്ചസ് ഉണ്ട്. ഇപ്പോൾ കാൻഡോലിമിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കാൻഡോലിമിൽ ഫേമസ് ആയ കുറേ ചേർച്ചസ് ഉണ്ട്.
നമ്മളിപ്പോൾ പോണത് കാൻറ്റോലിമിലുള്ള ലേഡി ഓഫ് ഹോപ്പ് ചർച്ചിലാണ് കേട്ടോ. ഈ ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ചർച്ച് പോർച്ചുഗീസ് റൂൾ ചെയ്യുന്ന കാലത്ത് വന്നൊരു ചർച്ചാണ്. ഈ ചർച്ചിൽ നിന്ന് പോകുന്ന വഴിയിലല്ലേ നല്ല ഗ്രീനറിയാണ്. ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയ പ്ലേസ് ആണ്. ഈ ചർച്ച് ത്രൂ ഔട്ട് ദി ഇയർ ഓപ്പൺ ആണെങ്കിലും ഫെബ്രുവരി മന്താണ് ഇവിടെ ഏറ്റവും ഫേമസ്. ഫെബ്രുവരി മന്തിൽ ഇവിടെ ലേഡി ഓഫ് ഹോപ്പിൻ്റെ ഫീസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും നല്ല ലോക്കൽ കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി മന്ത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചർച്ചിൻ്റെ മറ്റൊരു കാര്യം ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ്. ഈ ചർച്ച് പോർച്ചുഗീസ് സ്റ്റൈലിലാണ് ഇവർ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫെക്കേഡും ആർച്ച്ഡ് വിൻഡോസും നല്ല പീസ്ഫുൾ ആയ ആംബിയൻസും ആണ് ഈ ചർച്ചിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ഈ ചർച്ചിൽ കയറി പ്രെയർ ഒക്കെ ചെയ്ത് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കുറച്ചേരം ഇരുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു കുഞ്ഞി കഴിക്കാൻ മധുരമെല്ലാം കിട്ടിയേ. ആ മധുരമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് ആക്ച്വലി റോഡ് സൈഡൊക്കെ ഒരുപാട് ഷോപ്സും അതുപോലെ തന്നെ എപ്പോഴും ലൈവായിട്ടുള്ള സിറ്റിയാണ് ഗോവ. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ പ്രകാരം ഞങ്ങൾ അഗോഡ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഗോഡ ഫോർട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളവും ഒരുപാട് തീരങ്ങളും അതുപോലെ നിറച്ച് മരങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് ഗ്രീനറീസ് ആണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് സിമിലറായ കാര്യങ്ങൾ ഗോവയിൽ കാണാൻ പറ്റും. ഒരുപാടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗ്രീനറീസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ നല്ല പച്ചപ്പാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളീ പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കുള്ള വഴിയിലാണ്. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മരങ്ങളും ചെടികളും അതുപോലെ തന്നെ ഒരുപാട് ബോട്ട്സ് കാണാൻ പറ്റും. ബോട്ട്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഗോവയിൽ എവിടെ പോയാലും ബോട്ടിങ്ങും റൈഡിങ്ങും എല്ലാം നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ടിലെത്തി. അഗോഡ ഫോർട്ടിലെത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ അതിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഫോർട്ടിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ നിറച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. കൂടുതൽ ടൂറിസ്റ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ മലയാളീസും ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ മലയാളീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് ഗോവയിലുള്ള ഒരു ഐക്കോണിക് ഫോർട്ടാണ് കേട്ടോ. ആക്ച്വലി ഇത് പോർച്ചുഗീസുകാർ 1612 ഡച്ചുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്തൊരു ഫോർട്ടാണെന്നാണ് പറയുന്നത്. ഈ ഫോർട്ടിൽ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട് ഷിപ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടും. അങ്ങനെയെല്ലാം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് ബിൽഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇത് ഒരു ജസ്റ്റ് സൈറ്റ് സീയിങ് പ്ലേസ് ആയി മാറുകയാണ് ചെയ്തത്. ഇതിന് സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ വ്യൂസ് ഉണ്ട് കേട്ടോ. ഈ ഫോർട്സിലെ ബ്രെത്ത് ടേക്കിംഗ് ആയ വ്യൂസ് മാത്രമല്ല അറേബ്യൻ സീയും അതുപോലെ തന്നെ മാൻഡോവി റിവർ എന്നുള്ളതൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാർ അറൗണ്ട് 2 crore സംതിങ് ഗാലൻസ് ഓഫ് വാട്ടർ ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അഗോഡയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കുറച്ച് ഫോട്ടോസൊക്കെ. ഇതൊക്കെ ആക്ച്വലി ഇവിടെ ഈ ഫേമസ് ആയി വന്ന കുറേ ചേർച്ചസും അതുപോലെ തന്നെ ഗോവയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവരിവിടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗോവയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ ഫോർട്ട് ഫസ്റ്റ് ഉണ്ടായത് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫോർട്ടുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ ഈ അഗോഡ ലൈറ്റ് ഹൗസും നല്ല ഫേമസ് ആട്ടോ. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ലൈറ്റ് ഹൗസ് ഇൻ ഏഷ്യയാണ് അഗോഡ ലൈറ്റ് ഹൗസ്. ഇത് 1864 ബിൽഡ് ചെയ്തതെന്നാണ്. ആക്ച്വലി ഇത് ഷിപ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അഗോഡ ജയിലിൽ നോക്കാൻ പോയിട്ടോ. ഈ അഗോഡ ജയിൽ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ഫോർട്ടാണ് കേട്ടോ. ഈ ഫോർട്ടിലെ ഈ അഗോഡ ജയിലിലായിരുന്നു മുമ്പ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെല്ലാം അടച്ചു വെച്ചിരുന്നത് കേട്ടോ. നമുക്ക് അതിനകത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ഈ വഴിയും കൂടെ നോക്കുമ്പോഴില്ലേ മഞ്ഞുമൽ ബോയ്സിൽ ശ്രീനാഥ് വാസി വീണ കുഴി എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് നടന്നു തുടങ്ങി. പിന്നെ നടന്ന് ജസ്റ്റ് ഫോർട്ടിന് ചുറ്റും കാണാമെന്ന് വിചാരിച്ചു. ഒരു ഒക്ടോബർ ടു മാർച്ച് സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സമയം എന്ന് അവർ പറയുന്നത്. ആ സമയത്ത് നല്ല പ്ലസൻറ്റ് വെതറും നല്ല ക്ലിയർ സ്കൈ ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കണമെങ്കിൽ സൺസെറ്റ് ടൈമിൽ വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞങ്ങൾ എന്തായാലും അവിടെ ഒന്ന് ചുറ്റി കണ്ട ശേഷം അവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പോയി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ഹോട്ടലിൽ കയറി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി കഴിഞ്ഞതും ജസ്റ്റ് ഒന്ന് പൂളിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. മോന് വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പൂളിലെ ആംബിയൻസ് നല്ല രസമാണ് കേട്ടോ. ബുദ്ധ സ്റ്റാച്ചു ഒക്കെ വെച്ച് നല്ല കുഞ്ഞൊരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈവനിങ്ങിലുള്ള സ്പോട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈവനിങ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നോർമലി അറിയാലോ ഈവനിങ് ആണെങ്കിൽ ബീച്ചാണ് രസം.
ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ബീച്ചിൽ പോകുമ്പോൾ നല്ല വൈബായിരിക്കും. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പ്രകാരം നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ബാഗ ബീച്ചിലോട്ടാണ് കേട്ടോ. ബാഗ ബീച്ച് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലൈവ് ബീച്ച് ഇൻ നോർത്ത് ഗോവയാണ് കേട്ടോ. നമ്മൾ ഈ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ചേർച്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഗോവ നിറച്ച ഒരുപാട് ചേർച്ചസ് ഉണ്ട്. ചേർച്ചസ് എന്ന് പറഞ്ഞാൽ നല്ല ഹിസ്റ്റോറിക്കൽ ബ്യൂട്ടിഫുൾ ചേർച്ചസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ വഴിക്ക് നേരെ പോയി ബാഗ ബീച്ചെത്തി. ബാഗ ബീച്ച് എന്ന് പറയുന്നത് ആക്ച്വലി മോസ്റ്റ് ലൈവ് ബീച്ചാണ്. ഇവിടെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫും നല്ല ത്രില്ലിംഗ് വാട്ടർ സ്പോർട്സും നല്ല ബീച്ച് ആക്സും ഉള്ള അടിപൊളി ബീച്ചാണ് ഈ ബാഗ ബീച്ച്. ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ജെറ്റ് സ്കൈങ് ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, ബനാന ബോട്ട് റൈഡ്സ് ഉണ്ട്, ഡോൾഫിൻ ക്രൂസസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഷാക്സും റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഈവൻ ഈ ഓഫ് സീസണോ ഓൺ സീസണോ ആയിക്കോട്ടെ, ഇവിടെ എപ്പോഴും ലൈവ് ആയിരിക്കും. നവംബർ ടു മാർച്ച് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പീക്ക് ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈവനിങ് നൈറ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ബാഗ പാർട്ടി വൈബ് എന്നാണ് പറയുന്നത്. പകൽ കൂടുതൽ വൈബായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ പോയത് ജാനുവരിയിലാണെങ്കിലും ഓഫ് സീസൺ ആണെങ്കിലും അവിടെ ഇപ്പോഴും പാർട്ടി വൈബ് തന്നെയാണ്. ഒരുപാട് ആൾക്കാരും ഒരുപാട് തിരക്കും ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫുഡ്സും സീ ഫുഡ്സാണ് കൂടുതൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക. ആക്ച്വലി മോൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഈ ലൈറ്റ്സും കളേഴ്സും ഒരുപാട് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ബീച്ചിൽ കണ്ടൊരു കാര്യമാണ് ഒരാൾ മണ്ണ് കൊണ്ട് ഒരു ടോട്ടോയ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര ക്രിയേറ്റീവായി തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ആക്ച്വലി റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ആൾക്കാർ ഡാൻസിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരു പബ്ബിൻ്റെ ലുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലെത്തി ജസ്റ്റ് ടയർഡ്നെസ് ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഒരാളോട് നല്ല ഉഷാറായിട്ട് ഞങ്ങൾ കളി വന്നു. തേർഡ് ഡേ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് എയർബിഎൻബി പോയിട്ടോ. എയർബിഎൻബി മോസ്റ്റ്ലി കുറേ പേർക്ക് അവെയർ ആയിരിക്കും. അതൊരു ഗ്ലോബൽ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് സ്റ്റേസ് ഉണ്ട്, ലോക്കൽ എക്സ്പീരിയൻസ് കിട്ടും, അതുപോലെ നല്ല ഫ്ലെക്സിബിൾ പ്രൈസിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റിൻ്റെ റിവ്യൂസും റേറ്റിങ്സും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു ആപ്പാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമുക്ക് റിവ്യൂസും അതുപോലെ തന്നെ റേറ്റിങ്സും വെച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താൻ പറ്റും. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന പോലെ വേറൊരാളുടെ വീട് റെൻറ്റിനെടുത്ത് അവിടെ താമസിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ സെൽഫായി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് യാത്രയായേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4 വീലർ വണ്ടിയിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ 2 വീലറേക്കാളും ഫാമിലീസിന് കംഫർട്ടബിൾ 4 വീലർ തന്നെയാണ്. അങ്ങനെ ഇങ്ങനെ നെക്സ്റ്റ് സ്പോട്ടായ സിയോലിം ബ്രിഡ്ജിലെത്തി. സിയോലിം ബ്രിഡ്ജ് എന്ന് പറയുന്നത് നോർത്ത് ഗോവയിലെ ഏറ്റവും ഫേമസ് ആയൊരു ബ്രിഡ്ജാണ്. ഈ സിയോലിം ബ്രിഡ്ജ് സിയോലിമിനെയും ചപ്പോറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മേജർ ടൂറിസ്റ്റ് സ്പോട്ട്സായ വാഗട്ടർ, മോർജിയം, ആലംബോൾ എന്നുള്ള സ്ഥലങ്ങൾ മോസ്റ്റ്ലി നോർത്ത് ഗോവയിലുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് സിയോലിം ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സിയോലിം ബ്രിഡ്ജിൽ നിന്ന് നേരെ പോയത് അശ്വം ബീച്ചിലോട്ടാണ് കേട്ടോ. അശ്വം ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര മോസ്റ്റ്ലി റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ബാഗ ബീച്ചിനും അഞ്ജനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അശ്വം ബീച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ സാൻഡ്സിനൊക്കെ നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളം ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പറ്റിയൊരു പ്ലേസും കൂടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ ആക്ച്വലി ഒരു വെഡിങ് നടന്നുകൊണ്ടിരിക്കുക.
അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. എയർ ബി എൻ ബി ആയതുകൊണ്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് കുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നേരെ റൂമിൽ പോയി ഫുഡും കഴിച്ച് ടി വിയും കണ്ട് നെക്സ്റ്റ് ഡേയ്സിലുള്ള പ്ലാനൊക്കെ ചെയ്ത് ഞങ്ങൾ മെല്ലെ ഒന്ന് ഇറങ്ങി.